ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വാലറ്റ് കണക്റ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആംസ്റ്റർ കോമ്പറ്റ് ടോക്കൺ നമ്മുടെ ബൈനാൻസിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഡ്രോ ഓപ്ഷൻ നിങ്ങൾ കണക്ട് ആക്കിയിട്ട് അതിലേക്ക് വിഡ്രോ അടിക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും കൂടുതൽ ആളുകളും ബൈനാൻസിലേക്കാണ്, കൂടുതൽ എന്നല്ല 90% ആളുകളും ബൈനാൻസിലേക്കാണ് വിഡ്രോ അടിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിഡ്രോ അടിക്കാൻ വേണ്ടി ഓപ്ഷൻ കൊടുത്ത ആളുകൾക്ക് ഇവിടെ ഗ്രീൻ ടിക്ക് ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റ് ടു ബൈനാൻസ് വാസ് സെൻഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. റിക്വസ്റ്റിലാണ് അത് കണക്റ്റ് ആവും. അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിൽ കണക്റ്റ് ആവും. അപ്പോൾ ഗൈസ്, ഇനിയും ഈ വാലറ്റ് കണക്റ്റ് ആകാത്തവർ എൻ്റെ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നൈസായിട്ട് സിമ്പിളായിട്ട് അത് കണക്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു രീതി ആ ഒരു വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ ഇപ്പോൾ KYC നീഡഡ് ആയിട്ടുള്ളത് OKX ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലേറ്റ് KYC ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബൈനാൻസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ടെലിഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിഡ്രോ അടിക്കുക. അല്ലെങ്കിൽ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതും ചെയ്യാട്ടോ. ഇനി നിങ്ങൾക്ക് വിഡ്രോ ഓപ്ഷൻ തിരഞ്ഞെടുത്തതിൽ വല്ല മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ 21-ാം മുമ്പായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും റീസെറ്റ് വിഡ്രോൽ ഓപ്ഷൻ എന്നുള്ള ഭാഗം നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ പുതിയത് എന്ത് ചെയ്യുക, പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ വിഡ്രോവൽ എന്നുള്ള ഭാഗത്ത്, അതായത് നിങ്ങളുടെ പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കാറ്റീസനിൽ പോലെ തന്നെ ഒരു മാർജിൻ വന്നിട്ട് നിങ്ങളുടെ പോയിന്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യും. അതിനുശേഷം താഴത്ത് ക്ലെയിം എന്നുള്ള ബട്ടൺ വരുന്നതാണ്. അങ്ങനെ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ടോക്കൺ കംപ്ലീറ്റ് നമ്മുടെ ഏതൊരു അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ബൈൻ ചെയ്തിട്ടുള്ളത്, ബൈനാൻസിലേക്കാണെങ്കിലോ ടെലിഗ്രാമിലേക്കാണെങ്കിലോ ഇതിലേക്കാണെങ്കിലോ ആ ഒരു ഡേറ്റിൽ, അതായത് 26-ാം തീയതി ആ ഒരു ഡേറ്റിൽ നമ്മുടെ ഫുൾ ടോക്കൺ ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നതാണ്, അവിടേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ ഗൈസ്, അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് നമ്മളത് USDT നമുക്ക് INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണിയിലേക്ക് ഇതിനെ ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടോക്കൺ കംപ്ലീറ്റ് അവിടേക്ക് വിഡ്രോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഒരു റിക്വസ്റ്റ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്കാണ് ഇനി പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തു, നമ്മുടെ ടോക്കൺ 26-ാം തീയതി കംപ്ലീറ്റ് ബൈനാൻസിലേക്ക് മാറ്റപ്പെട്ടു. ഇനി നമ്മൾ നേരെ ബൈനാൻസ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ ബൈനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ആ ഒരു ബൈനാൻസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴത്ത് മാർക്കറ്റ് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ പോവുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ ഏതാണോ കോയിൻസ് അത് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. ആംസ്റ്റർ കോമ്പറ്റ് ആണെങ്കിൽ ആംസ്റ്റർ കോമ്പറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ടോണാണ് സെർച്ച് ചെയ്യുന്നത്. അതിനുശേഷം ടോണ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഗൈസ്, ഇവിടെ ടോണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ആംസ്റ്റർ കോൺ കംപ്ലീറ്റ് ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ 5.744 ടോൺ കോയിനാണ് എൻ്റെ അടുത്തിൽ. ഞാൻ സാമ്പിൾ കാണിക്കുകയാണ്, എക്സാമ്പിൾ കേട്ടോ. നിങ്ങളത് ആംസ്റ്റർ കോമ്പറ്റ് ആയിരിക്കും ഇവിടെ വരിക ടോക്കണ്. അതിനുശേഷം ഇവിടെ റെഡ് കളറിൽ സെൽ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണോ നിങ്ങളുടെ ടോൺ കോയിൻ അല്ലെ ആംസ്റ്റർ കോയിൻ അത് ഇവിടെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് പകുതി വേണമെങ്കിൽ പകുതി ചെയ്യാം. ഇവിടെ ഞാനൊരു മാർജിൻ നൽകിയിട്ടുണ്ട് 48. എന്നുവെച്ചാൽ ഫുള്ളാണെങ്കിൽ മാക്സിമം ഫുള്ളായിട്ട് 100% കൊടുക്കുക. സെൽ ടോൺ എന്ന് കൊടുക്കുക. താഴത്തിലെ ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ സെൽ ടോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൽ ആംസ്റ്റർ, ആംസ്റ്റർ ടോൺ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. വീണ്ടും ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ടോൺ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ആംസ്റ്റർ കോമ്പറ്റ് എന്നാണോ ലിസ്റ്റിംഗ് ആവുന്നത്, എന്നാണ് നമ്മുടെ ബൈനാൻസ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നത്, അന്നാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതിനുശേഷം സെൽ ആംസ്റ്റർ എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ USDT-യിലേക്ക് കൺവേർട്ട് ആകുന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് USDT നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ 22.68 USDT ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ആംസ്റ്റർ ടോക്കണും കൂടി USD ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബൈനാൻസിൽ ആഡ് ആവുന്നതാണ്. അതിനുശേഷം ഗൈസ്, നമുക്ക് ഒന്നുകിൽ P2P വഴി നമുക്ക് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. നമ്മുടെ UPI അത് ഏതിനേക്കാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ആ വിഡ്രോ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇനി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങളുടെ ടോക്കൺസ് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ സെല്ല് ചെയ്ത് USDT കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.